ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിന്ന് രണ്ടാമത്തെ ഡിഷ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് ഡ്രൈ പ്രോൺസ് ഫ്രൈ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. മറ്റേ നമ്മൾ കറി വെച്ച് അത്രയും പോലും സമയം എടുക്കത്തില്ല. ഇതൊരു 20 മിനിറ്റ്സ് ഹാഫ് ആൻ അവറിൽ തീരുന്ന പരിപാടിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം നോക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപയോഗിക്കുക, 2 സവാള, 100 ഗ്രാം ഉണക്ക ചെമ്മീൻ, ഉപ്പ് ആവശ്യത്തിന്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ചെറിയ പച്ചമുളക് തന്നെ ഒരു 6 എണ്ണം രണ്ടായിട്ട് കീറിയിട്ടിരിക്കുവാണ്. ഓരോരുത്തരുടെ എരിവിൻ്റെ ഒരു ടോളറൻസ് ലിമിറ്റ് പോലെ മുളക് പൊടിയും പച്ചമുളകും നിങ്ങൾക്ക് കൂടുതലോ കുറവോ ചേർക്കാം. ഇത് എഗെയിൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന്. കറിവേപ്പിലയാണ് വേറൊരു ഇൻഗ്രീഡിയൻറ്റ്. കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം. ഇതതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് അതിന് ഒരു ഫ്ലേവറും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കടുക് വറക്കുന്ന പോലെയല്ല, കുറച്ച് കൂടുതൽ കറിവേപ്പില വേണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമുള്ളത്. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇനി വെളിച്ചെണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് അതിലോട്ട് ഇടാൻ പോവാണ്. ഇത് നമ്മളെല്ലാം ഒന്നിച്ച് തന്നെ ഇടുന്നത്. അതിന് പ്രത്യേകിച്ചൊരു ഓർഡറൊന്നുമില്ല. ഞാൻ ആദ്യം സവാള ചേർക്കുകയാണ്. ചെമ്മീൻ, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇടും, പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ലാസ്റ്റ് കറിവേപ്പില. കറിവേപ്പില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടുതലുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര അപ്പീലിംഗ് ആണ്. ഇത് വെന്ത് കഴിയുമ്പോഴും അങ്ങനെയാണ്. എല്ലാം ഒന്ന് നല്ലോണം ഫ്രൈ ആവുന്നവരെ കുറച്ച് നേരം ഇത് വേവിക്കണം. സവാളയൊക്കെ നല്ലോണം വെന്ത് വരും. കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഗോൾഡൻ ബ്രൗൺ ആവും. തീ വേണമെങ്കിൽ കുറച്ച് കൂട്ടി വയ്ക്കാം. ഓക്കെ, നമ്മുടെ ചെമ്മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഡ്രൈ പ്രോൺസ് ഫ്രൈ. നമുക്ക് കളറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, തീ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഭാര്യ ഒരു കിട്ടിലും 2 സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. ഒന്ന് കൊഞ്ച് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ള കറിയും, പിന്നെ ഒന്ന് ഫ്രൈയും. അപ്പോൾ ഫ്രൈ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറി പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഫ്രൈൻ്റെ ഇത് കേട്ടോ. ഇത് മുഴുവൻ തിന്ന് തീർത്താലോ എന്നൊരു ആലോചനയുണ്ട്. പക്ഷെ എല്ലാവർക്കും വേണമെന്നുള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ്.